ഹായ് ആൾ, നെപ്റ്റ്യൂൺ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഇയർ ക്ലോസ് ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ ടോപ്പിക്. അക്രോബിസ്, അക്രോടെക്സ്, ഹൈപ്പർബിസ് എന്നീ സോഫ്റ്റ്വെയറുകളിൽ എങ്ങനെയാണ് ഇയർ ക്ലോസ് ചെയ്യുക എന്നതും അത് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ഒന്നിലധികം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം മറ്റെല്ലാ കമ്പ്യൂട്ടറുകളും ക്ലോസ് ചെയ്യുക എന്നതാണ്. സർവർ മാത്രമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒന്നിലധികം കമ്പനീസ് ഉള്ളവരാണെങ്കിലും അവർ ഓരോരോ കമ്പനിയിലും പ്രത്യേകം തന്നെ ഇയർ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് നമ്മൾ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഫയൽ മെനുവിൽ നിന്നും ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ആവും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം കമ്പനീസ് ഉണ്ടെങ്കിൽ ഓരോ കമ്പനികളിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബാക്കപ്പ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇയർ ക്ലോസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബാക്കപ്പ് ആയതിനു ശേഷം വീണ്ടും ഫയൽ മെനുവിൽ നിന്നും സെറ്റപ്പ് ന്യൂ ഫിനാൻഷ്യൽ ഇയർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് ക്ലോസ് ചെയ്തതിന് ശേഷം സെറ്റപ്പ് ന്യൂ ഫിനാൻഷ്യൽ എന്നുള്ള ഒരു വിൻഡോ വരുന്നതാണ്. ഇതിൽ കറണ്ട് ഇയർ കാണാം. ഈ കറണ്ട് ഇയറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷനിൽ പോയിട്ട് കമ്പനി ഇൻഫർമേഷൻ എടുത്തിട്ട് ആ ഇയർ ഇവിടുന്ന് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ന്യൂ പീരീഡും ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ വെരിഫൈ എക്സിസ്റ്റ്, അതേപോലെ തന്നെ താഴെ ക്ലോസ് ബോത്ത് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ക്ലോസ് ബോത്ത് അക്കൗണ്ട് എന്നുള്ളത് അൺടിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു കമാൻഡ് ചോദിക്കും. ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ എന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ ഇയർ ക്ലോസ് ആവണ പ്രോസസ്സിങ് നടന്നായിട്ട് കാണാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മെസ്സേജ് വരും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ക്ലോസ് ആവും. അതിനുശേഷം സോഫ്റ്റ്വെയർ വീണ്ടും ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇൻവോയ്സ് നമ്പർ ചെക്ക് ചെയ്യാം. ടാസ്കിൽ നിന്നും സെയിൽസിൽ ഇൻവോയ്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ 1 ആയിട്ട് കാണാം. അപ്പോൾ ഇയർ ക്ലോസ് ചെയ്തെന്ന് അർത്ഥം. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ പീരീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ മുകളിലോട്ട് പൊങ്ങി വരുന്നതായിട്ടും കാണാം. താഴെ നമുക്കിവിടെ കമ്പനിയുടെ പേരിൽ 24 to 25 എന്നുള്ളതും വന്നതായിട്ട് കാണാം. ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുഭാഗത്ത് താഴെ ഫിനാൻഷ്യൽ പീരീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇയർ പൊങ്ങി വരുന്നത് കാണാം. ഇതിൽ പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും കാണാം. കറണ്ട് ഇയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബില്ലിൻ്റെ ഫോർമാറ്റിൽ ബില്ലിൻ്റെ ഇൻവോയ്സ് നമ്പറിൽ എന്തെങ്കിലും സീരീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫയൽ മെനുവിൽ നിന്നും ഗ്ലോബൽ സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് സെയിൽസ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. ലെഡ്ജർ വൗച്ചർ നമ്പർ എന്നുള്ളിടത്ത് വൗച്ചർ നമ്പർ എന്നാണ് വേണ്ടത്. നമുക്ക് വൗച്ചർ നമ്പർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വൗച്ചർ നെയിമിലും എന്തൊക്കെ ബിൽ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ B2B എന്നുള്ളത് ഒരു സീരീസ് കൊടുക്കുകയാണ്. B2B/24-25- കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എനിക്ക് 0 വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് 24-25-1 മതി എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 0 എന്ന് കൊടുക്കാം. 01 വേണമെന്നുണ്ടെങ്കിൽ 2 0 കൊടുക്കാമെന്നുള്ളതാണ്. തൽക്കാലം ഞാൻ 1 0 ആണ് കൊടുക്കുന്നത്. അത് ഓക്കെ അടിച്ചിട്ട് സേവ് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്യാം. സെയിൽസിൽ B2B എന്നെടുത്തു കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ സീരീസിൽ B2B/24-25-1 വരും. അങ്ങനെ 1, 2, 3 രീതിയിലായിരിക്കും പിന്നെ ഇൻവോയ്സ് നമ്പർ സ്റ്റാർട്ട് ആവുക.